നമസ്കാരം സിയാർ. ഈ ഇന്നിപ്പോൾ ദേശീയ തലത്തിലുള്ള തന്നെ ഒരു പക്ഷേ അത് അന്തർദേശീയ തലത്തിൽ പോലും വലിയ കോലാഹലം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന വിഖ്യാതനായ ഒരു മാധ്യമപ്രവർത്തകന് കഴിഞ്ഞിരിക്കുന്നു. അത് അർണബ് ഗോസ്വാമിക്കാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലം തൊട്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ BJPക്ക് അനുകൂലമായ അതിശക്തമായ തീവ്രമായ നിലപാട് സ്വീകരിച്ച് മോദിയെയും BJPയെയും സംഘപരിവാറിൻ്റെയും സകല നയങ്ങളെയും ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അദ്ദേഹം വാർത്ത സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തയിലൂടെയല്ല, വാർത്തകളുടെ നിലപാടിലൂടെയാണ്. അദ്ദേഹം അതിശക്തമായി മോദിക്കും മോദി ഗവൺമെൻറ്റിനും സംഘപരിവാറിൻ്റെ നിലപാടുകൾക്കും എതിരായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇന്നത്തെ ദേശീയ മാധ്യമങ്ങളിലേക്ക് പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ആദ്യത്തെ ചോദ്യം ഇതാണ്. ഞാൻ സിയാറിനെ പോലെ ഒരു മുതിർന്ന മാധ്യമ നിരീക്ഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങയോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, എന്തായിരിക്കും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ നിലപാട് മാറ്റാൻ തോന്നുന്നത്? അങ്ങനെ മാറുന്നത് ഒരു പ്രതിഭാസമാണല്ലോ ഇന്ത്യൻ മാധ്യമ ലോകം. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, അർണബ് ഗോസ്വാമി സത്യസന്ധമായി ഉള്ളിൽ എന്തോ വേദന കൊണ്ട് മാറി എന്ന് വിശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും. അത് കുറച്ചുകൂടി കഴിയണം. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ BJPയുടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ, പ്രധാനമായിട്ട് BJP അതിനെ സംബന്ധിച്ചാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇത് ഉന്നയിച്ച വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മെറിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അർണബ് ഗോസ്വാമിയെ പൂർണ്ണമായും വിശ്വസിക്കണം. നമ്മൾ ഗോദി മീഡിയ എന്നാണ് സാധാരണ അവരെ പറയാറുണ്ട്. ഗോദി മീഡിയയുടെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളാണ് അർണബ് ഗോസ്വാമി, എഡിറ്റർ ഇൻ ചീഫ്, റിപ്പബ്ലിക് TV. അപ്പോൾ ഇവർ മാറുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഞാൻ വിചാരിക്കുന്നത് ഇയാൾ സത്യസന്ധമായി മാറിയതാണെങ്കിൽ നല്ല കാര്യം. അത് നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. ഈ മീഡിയകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അംബാനിക്ക് സ്വന്തമായി അംബാനിയുടെ മീഡിയ സ്ട്രോങ് ആയി വരുന്നുണ്ട്. അംബാനി മീഡിയയിൽ നന്നായി പിടിമുറക്കിയിട്ടുണ്ട്. അംബാനി മീഡിയയിൽ പിടിമുറക്കുന്നത് ഒരുപക്ഷെ അവർക്ക് കുറെ കൂടി സംഗതി ഉണ്ടാവും, എന്തെങ്കിലും സ്റ്റഫ് ഉണ്ടാവും. അപ്പോൾ അത് ഇയാളെ വല്ലാതെ അവരെ വേണ്ടത്ര, ഇയാൾ പെൻഡി TV അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇയാൾക്ക് അതിനകത്തുള്ള എന്താ പറയുക, രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഉടമസ്ഥതയുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പഠിക്കേണ്ടതാണ്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ അത് വരാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, തനിക്കൊരു ന്യൂസ് വാല്യൂ കിട്ടാൻ കൊണ്ടുവരാം. ഞാനൊരു സെൽഫ് അഗ്രാൻഡൈസ്മെന്റ് നമ്മൾ പറയില്ലേ, ഞാനൊരു കേമനാണ്, ഞാനിപ്പോൾ അത് നിഷ്പക്ഷനാണ്, കേമനാണ് എന്ന് പറയാനും ആവാം. അത് ഇനി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അത് ആവാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചിലത് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയിലുണ്ട്. അതിൽ പറയുന്ന കാര്യം, സുധീർ ചൗധരി, ഇപ്പോൾ DD ന്യൂസിന്റെ സുധീർ ചൗധരി കേന്ദ്ര ഗവൺമെന്റുമായി ഒരു പ്രോജക്റ്റ് പോലെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് 15 കോടി രൂപയുടെ ഡീൽ ഉറപ്പിച്ചു. എന്നിട്ട് ഈ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ്മെന്റിൽ, ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ, ആ പ്രൈം ടൈമിലെ പ്രോഗ്രാമിൽ അർണബ് ഗോസ്വാമി പറയുന്നുണ്ട്, 15 കോടി കേന്ദ്ര ഗവൺമെന്റിനോട് വാങ്ങി വെച്ചവർക്ക് സത്യം പറയാൻ മടിയുണ്ടാകും, എനിക്കത് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പൊ DDയിലൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു, DDക്ക് പണം കൊടുക്കുന്നു. അപ്പൊ മോഡി എന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്നൊരു സംശയവും അദ്ദേഹത്തിനുണ്ടാവാം. BJPയുടെ ഗുഡ് ബുക്സിൽ നിന്ന്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും BJPക്ക് നടത്താം എന്ന് തോന്നുന്നുണ്ട്. ഇതിലൊക്കെ ഒരു കുഴപ്പമുണ്ട്. ഉത്തരം താങ്ങി പല്ലികൾ എന്ന് പറയുന്ന മാതിരി അവർ. ഇപ്പോൾ ഇന്ത്യയിൽ BJP ജയിക്കുന്ന മുഴുവൻ എൻ്റെ എന്തോ ഇയാൾ ഇംഗ്ലീഷ് ചാനലിലിരുന്ന് ഈ ബാബ പറയുന്നതുകൊണ്ടാണെന്നൊക്കെ ആൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മണ്ടത്തരെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇയാളുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയിൽ 1% എലൈറ്റ് ആയിട്ടുള്ള ഒരു ശതമാനം ആളുകളാണ്. അപ്പം ഇയാൾക്കൊരു തോന്നലുണ്ട്, ഞാനാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ പക്ഷേ ദൂരദർശൻ ഒരു കാര്യം നോക്കും, അതിൽ മോഡി ബുദ്ധിമാനാണ്. കാരണം ദൂരദർശനാണ് ഇപ്പോഴും കൂടുതൽ ആളുകൾ കാണുന്നത് ഇന്ത്യയിൽ, ഗ്രാമത്തിലൊക്കെ. കാരണം അവിടെയാണല്ലോ വോട്ട്, ഹിന്ദി ഉള്ളത് കൊണ്ടും ഗ്രാമത്തിലുള്ളത് കൊണ്ടും ഇതിന് വ്യാപ്തി കൂടുതൽ. ഇപ്പൊ ഈ കേബിൾ TV ഉള്ളവർക്കല്ലേ മറ്റേത് കിട്ടുള്ളൂ. കേബിൾ TV ഇല്ലാത്തവർക്ക് ദൂരദർശനിൽ കിട്ടുക. കേബിൾ TV ഒക്കെ വരുന്നവർ നമ്മളൊക്കെ ഈ ദൂരദർശൻ തന്നെയല്ലേ കണ്ടേ. അപ്പോൾ തീർച്ചയായിട്ടും കേബിൾ TV ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ദൂരദർശനിലേക്ക് പോകുന്നതിന് ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ പോകുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവാം. അത് അവരുടെ രാഷ്ട്രീയമാണ്. അതും ഇയാളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, ആശങ്കപ്പെടുത്തിയിട്ടുണ്ടാവും. ഇയാളെ ഞാനല്ല ഇത് മോഡി ജയിപ്പിക്കുന്നത്, ഞാനല്ല, ഞാൻ കൂവിയില്ലെങ്കിലും നേരം വിളിക്കും. അപ്പൊ അതൊരു വിഷയമായി വരാൻ വഴിയുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ കാണുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് അഗ്രാൻഡൈസ്മെന്റ്. ഞാനൊരു കേമനാണ് എന്ന്, ഞാൻ സത്യസന്ധനാണ്. ചില മാധ്യമപ്രവർത്തകർ അങ്ങനെയുണ്ടല്ലോ, ഇപ്പൊ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, ചില കാര്യത്തിൽ പിണറായി വിജയൻ മഹാമോശമാണ് എന്നെഴുതും. പിന്നെ ബാക്കി എല്ലാം പിണറായി വിജയൻ ചെയ്യണ എല്ലാ തമ്മാടിത്തരത്തിനും
സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ ആരാന്നും പറയുന്നില്ല. അതെ അതെ. അപ്പോൾ അങ്ങനെയുണ്ട്. ഒരു കാര്യത്തിൽ മാത്രം കണ്ടോ, ഞാൻ സത്യസന്ധനായി പിണറായി വിജയൻ്റെ ഇന്ന നയം തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയെല്ലാം അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പം ഇതൊക്കെ ഇതിൽ മാധ്യമലോകത്ത് നമുക്കറിയാമല്ലോ, മാധ്യമലോകത്ത് നടക്കുന്ന ഇത്തരം കളികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഉന്നയിച്ച വിഷയത്തിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതെ അതെ. ഉന്നയിച്ച പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയിലെ പൊല്യൂഷനാണ്, എയർ പൊല്യൂഷൻ. അതിൽ കെജ്രിവാളിനെ കുറ്റം പറഞ്ഞ അധികാരത്തിൽ വന്ന BJP സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒന്നും ചെയ്യാതെ ഇന്നുവരെ ഒന്നും ചെയ്യാതിരിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ചുമലിലിട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും രണ്ടുപേരും ഒരുപോലെ കുറ്റവാളികളാണ് അദ്ദേഹം പറയുന്നത്. അല്ല, കെജ്രിവാൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ കെജ്രിവാൾ ഒരു ഗംഭീര ആളാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ നന്നായി ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അവിടുത്തെ കാറുകളുടെ എണ്ണം കുറയ്ക്കാനും വാഹനങ്ങളുടെ. പക്ഷേ ഡൽഹിയിലെ യഥാർത്ഥ പ്രശ്നം ഡൽഹിയിൽ മാത്രമല്ല. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഡൽഹി. അവിടേക്ക് വന്നു പോകുന്ന ആളുകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒന്ന്, ഡൽഹിക്ക് ഒരു നിയന്ത്രണമില്ല ഡൽഹിയുടെ മേൽ. രണ്ടാമത്തെ വിഷയം, ഡൽഹിയിലെ പൊല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ചും അവിടുത്തെ ഈ നമ്മുടെ വൈക്കോലുണ്ടല്ലോ, ഗോതമ്പിൻ്റെ, അത് കത്തിക്കും. അതാണ് ഇഷ്യൂ. അത് കത്തിക്കും. ഹരിയാന, UP-യുടെ ഭാഗം, അതുപോലെയുള്ള പഞ്ചാബ്, അവിടെ നിന്നൊക്കെയുള്ള ഇത് കത്തിക്കുന്ന പുകയാണ് എന്നുള്ളത് വലിയ തോതിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയുന്ന അവർ പരിസ്ഥിതിയെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ച ഡൗൺ ടു എർത്ത് പറയുന്നു, ഡൽഹിയിൽ വരുന്ന വാഹനങ്ങളെക്കാളൊക്കെ കൂടുതലാണ്, പ്രത്യേകിച്ചും അവരുടെ വിള കഴിഞ്ഞാൽ. ഇപ്പോൾ വിള കഴിഞ്ഞ സീസണാണ്, വിളവ് കഴിഞ്ഞാൽ അത് കത്തിക്ക് വരും. അതിന് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ട്. കത്തിക്കല്ലാത്ത വഴിയില്ല. അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ കത്തിക്കല്ലാത്ത വഴിയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുണ്ട്. റീസൈക്കിൾ ചെയ്യാം, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റേ പേപ്പർ ഉണ്ടാക്കാം. അല്ല, അത് മാത്രമല്ല പവർ ഉണ്ടാക്കാം, ബയോ ഉണ്ടാക്കാം. നമുക്ക് പവർ ഉണ്ടാക്കാതെ വെച്ച് അങ്ങനെയുണ്ട്, ബയോ പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാം. പക്ഷെ അതിനൊന്നും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റുകളോ, ഈ വായു തന്നെയാണ് മോദിയും രാഷ്ട്രപതിയും എല്ലാവരും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ചാനലിൽ കണ്ടുകൊടുത്ത മലയാളി കുട്ടികളുടെ ഏതൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവർ പറഞ്ഞു, എങ്ങനെയെങ്കിലും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുക, ഏതെങ്കിലും ചാൻസ് കിട്ടി അവിടെ നിന്ന് നാട്ടിൽ പോകാമെന്ന്. നാട്ടിൽ അത്ര നല്ലതാണോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. പക്ഷേ ഏതെങ്കിലും ചാൻസ്, കാരണം അത്രയ്ക്കും ദുരിതമായി. ഇപ്പോൾ വണ്ടി ഓടുന്നില്ല, ഫ്ലൈറ്റ് എല്ലാം ഡിലേഡ് ആവുന്നു, എല്ലാ പ്രശ്നങ്ങളും ആവുന്നു, രോഗം വ്യാപിക്കുന്നു. ഗവൺമെന്റ് ഇതുവരെ അത് സീരിയസ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. ഒരു കാര്യം ഈ ഗവൺമെന്റ്, പ്രത്യേകിച്ച് BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വസ്തു അവിടെ ചെയ്തിട്ടില്ല, ഒരു നിയന്ത്രണത്തിന് അവർ പോയിട്ടില്ല. അക്കാര്യത്തിൽ അർണബിന്റെ വാദം വളരെ ന്യായമാണ്. രണ്ടാമത് അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ കോൺഗ്രസ് ഗവൺമെന്റുകൾക്കും രാജ്യത്തെ ഫ്യൂഡൽ ഗവൺമെന്റുകൾക്കും ഒക്കെ എതിരായി ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരവുമായിട്ട് വന്ന BJPയുടെ നേതാക്കന്മാർ രാജ്യത്തെ ഏറ്റവും വലിയ പ്രഭുക്കന്മാരും ആഡംബര വീരന്മാരുമായി തീരുന്നു. അദ്ദേഹം ഒടുവിൽ പറഞ്ഞ മധ്യപ്രദേശിലെ ഒരു BJP MLA കല്യാണം. ആ MLA പേര് ഗോളു ശുക്ല എന്നാണ്. ഇൻഡോറിലെ ഗോളു ശുക്ല എന്ന MLA മകൻ അഞ്ജനേഷ് ശുക്ലയുടെ വിവാഹം. ആ വിവാഹത്തിന് പടക്കം വാങ്ങിയത് മാത്രം 70 ലക്ഷം രൂപയാണ്. പടക്കം വാങ്ങിയത് മാത്രം. കോടികളിലേക്ക് നീളുന്ന ഒരു കല്യാണ ചെലവ്. ഇതെങ്ങനെയാണ് ഒരു BJP നേതാവിന്റെ മാതൃകയാവുക എന്ന് അർണബ് ചോദിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ വയ്യ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ചോദ്യങ്ങൾ, ആ ചോദ്യം വളരെ 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 ക്ലിയർ ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രധാനമന്ത്രി വളരെ ലളിതമാണ്, മറ്റൊരു ലളിതമാണ് എന്നൊക്കെ പറയുമെങ്കിൽ 12 ലക്ഷം രൂപയുടെ കോട്ട ഇടണമെങ്കിലും ലളിതമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ. പക്ഷേ BJP കോൺഗ്രസിന് ബദലായി മറ്റൊരു വഴിയാണ് എന്ന് പറയുമ്പോൾ, കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടി ഭരിച്ചു വന്നവരാ, അവർക്ക് അതിൻ്റെ പരിമിതിയുണ്ട്. കാരണം അന്നത്തെ ഭൂപ്രഭുക്കന്മാരും അതിങ്ങനെ കോൺഗ്രസിൽ വന്നവരാണ്. ഇവരതല്ലല്ലോ, ഇവരൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഇവർക്ക് അവരൊന്നും സേവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇവർ ചേഞ്ചാണെന്നാണല്ലോ പറഞ്ഞത്. ചേഞ്ച് എന്ത് ചേഞ്ചാണ് ഉണ്ടായി? ചേഞ്ച് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ആഡംബരം എവിടുന്ന പൈസ ഉണ്ടാവണത്? പൈസ സ്വന്തം ഭൂമി വിട്ടിട്ടൊന്നുമല്ലോ ഇത് കഴിക്കണേ എന്ന് പറഞ്ഞാൽ വലിയ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ ആഡംബരങ്ങളുടെ ഒക്കെ പിന്നിലുണ്ട് അഴിമതിയുണ്ട്. ഇപ്പോൾ സ്വന്തം പണം പോലും അല്ല, സ്വന്തം പണം പോലും ആവില്ല, കൊള്ളയടിച്ച പണമാണ്. അഴിമതി മല വിറ്റതോ മറ്റേ അവർ നടത്തിയതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതെ. മൂന്നാമത്തെ ഒരു പ്രശ്നം അദ്ദേഹം ഉന്നയിക്കുന്നത്, ആ രാജ്യം വികസിക്കുന്നുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ആരാണ് വികസിക്കുന്നത്? സബ്കെ സാത്ത് സബ്കെ വികാസ് എന്നാണല്ലോ മുദ്രാവാക്യം. രണ്ട് പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, മധ്യപ്രദേശിൽ തന്നെ രേവായി എന്ന സ്ഥലത്ത് പൂർണ്ണ ഗർഭിണിയായവർ 2 മണിക്കൂർ നേരം പൂർണ്ണ ഗർഭിണിക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി ആശുപത്രിയിൽ കാത്തുകെട്ടി കിടന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ ആരുമില്ലാതെ അവർ മരിച്ചുപോയി. ഒരു കേസ്. 2, UP-യിൽ ഈ തൽസീമിയ രോഗികൾക്ക് രക്തം കിട്ടിയപ്പോൾ രക്തം സ്വീകരിച്ചിട്ട് ആ രക്തത്തിൽ നിന്ന് HIV പടർന്നു കയറി എന്ന ആശങ്ക.
ഇത് അടിസ്ഥാന വർഗത്തിലെ പൗരന്മാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഈ ഗവൺമെന്റിന്റെ പരാജയമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സബ്കെ സാത്ത് ഗവൺമെന്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അല്ല, സബ്കെ സാത്ത് സബ്കെ വികാസ് എന്ന് പറയുമ്പോൾ അത് പറയുന്ന വാക്കിന്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് എല്ലാവരുടെ കൂടെ ഉണ്ടോ? അത് സബ് എന്ന് പറയുന്നതിൽ കുറച്ച് കോർപ്പറേറ്റ് മോർ ഈക്വൽ, അതാണ് ഓർവെൽ പറഞ്ഞതാണ്. സമാർ ഈക്വൽ, സമാർ മോർ ഈക്വൽ. ഈ മോർ ഈക്വൽ പെടുന്ന ആളുകൾ വലിയ കോർപ്പറേറ്റോ അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. ഈ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മധ്യപ്രദേശിലും യു പിയിലും ഉണ്ടായി 2 സംഭവങ്ങൾ വളരെ ഞെട്ടിച്ചതാണ്, രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമാണ്. ഒന്ന്, തൽസീമിയ ഏത് രോഗിക്കും നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ HIV ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പം എൻ്റെ ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം എന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത് HIV ആണ്. HIV ഇല്ലെങ്കിൽ മാത്രമേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അതുപോലും നോക്കാൻ അവിടെ കഴിയുന്നില്ല. ഇതിന് മുമ്പും അവിടെയുള്ള പ്രശ്നങ്ങളുണ്ട്. മുമ്പും യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂരിൽ ആശുപത്രിയിലെ പ്രശ്നങ്ങളുണ്ടായതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ആ ഡോക്ടർ ഒരു കഫീൽ ഖാൻ എന്ന് പറഞ്ഞ ഓക്സിജൻ കിട്ടാതെ ആളുകൾ മരിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആരോഗ്യരംഗം വളരെ 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 തകർച്ചയിലാണ്. അതിന് കാരണം പല കാരണവും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗ്രാമീണ മേഖലയിലേക്ക് ഇപ്പോഴും ആരോഗ്യ സേവനങ്ങൾ എത്തുന്നില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വേറൊരു വ്യത്യാസം തോന്നിയെന്ന്. നമുക്ക് കുറേ കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിലൊക്കെ ആശുപത്രി ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്, സർക്കാർ ആശുപത്രി ഉണ്ട്, പ്രൈവറ്റ് ആശുപത്രി ഉണ്ട്, ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാശുണ്ട് നമ്മുടെ കയ്യിൽ പോകാൻ, അല്ലെങ്കിൽ കടം മേടിച്ചെങ്കിലും പോകും. അവിടെ അങ്ങനെയല്ല, അങ്ങനെ ഒരാളുകളില്ല. ഇപ്പം നമ്മുടെ അട്ടപ്പാടിയിലെ സ്ഥിതിയെക്കുറിച്ച് വയനാട്ടിലൊക്കെ നമ്മൾ ഈ സ്ഥിതിയെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ വേറൊരു വലിയ രൂപമായി അത് മാറുന്നു എന്നുള്ളതാണ്. യെസ്. അവസാനത്തെ ഒരു പോയിന്റ് ഇദ്ദേഹം ഉന്നയിച്ചത്, അവസാനത്തെ പോയിന്റ് വെച്ചാൽ അദ്ദേഹം ഉന്നയിച്ച അനേകം പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം ഉന്നയിച്ചത് ഇൻഡിഗോ സമരമാണ്. ഇൻഡിഗോ സമരത്തെ മുൻനിർത്തി അദ്ദേഹം ചോദിക്കുന്ന ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട്. GDP കൂടുന്നുണ്ട്, അതാണ് ഇന്ത്യയുടെ വികാസത്തിൻ്റെ സൂചന എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ GDP എന്ന് പറയുന്നത് ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം വരുമാനം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം പോപ്പുലേഷനാണ് വരുമാനം കൂടിയിട്ടുള്ളത്, എത്ര ശതമാനത്തിന് കുറഞ്ഞു, ആ കണക്കെടുത്തിട്ടുണ്ടോ? പണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, ഈ എന്താണ് ടാറ്റ ബിർള എന്ന മുദ്രാവാക്യത്തിന് പകരം അംബാനി അദാനി എന്ന മുദ്രാവാക്യം വന്നു എന്നല്ലാതെ മൗലികമായി വിതരണത്തിൽ, സാമ്പത്തിക വിതരണത്തിൽ എന്ത് മാറ്റം ഉണ്ടായി എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അദ്ദേഹം കാണുന്ന ഇൻഡിഗോ സമരമാണ്. ഇൻഡിഗോ സമരത്തിൽ ജനവിരുദ്ധമായി, തൊഴിലാളി വിരുദ്ധമായി, രാജ്യവിരുദ്ധമായി ഒരു മുതലാളിയുടെ ഒരു വിമാന കമ്പനി പെരുമാറിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? വളരെ വളരെ ഗൗരവതരമാണ്. ഈ ഒരു കാര്യം, ഇദ്ദേഹത്തെ നക്സലൈറ്റ് മാവോയിസ്റ്റ് എന്ന് വിളിക്കാതിരുന്നാൽ മതി. കാരണം ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകൾ വളരെ കാലമായി, നെഹ്റുവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ്. നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് GDP മാത്രമാണെങ്കിൽ, ഞാൻ വളരെ ലളിതമായൊരു കാര്യം പറയാം. കേരളത്തിൽ എല്ലാവരും കുപ്പിവെള്ളം കുടിച്ചാൽ കേരളത്തിലെ GDP കൂടും. പൈപ്പ് വെള്ളം കുടിക്കാതിരുന്നത്, കാരണം ഒരു ലിറ്ററിന് ഇത്ര വരില്ലേ. കേരളത്തിൽ കൂടുതൽ ആളുകൾക്ക്, ഒരു നാട്ടിൽ ആളുകൾക്ക് രോഗം കൂടുതൽ വന്നാൽ GDP കൂടും. യെസ്, കാരണം മരുന്നിൻ്റെ ചിലവ് വരും. പക്ഷേ അതാണോ GDP? അതുകൊണ്ട് തന്നെ ലോകം തന്നെ ഇപ്പോൾ GDP ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ എന്നുള്ള, അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് തുടങ്ങിയ സംഗതിയാണ് UN പോലും അംഗീകരിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ മൊത്തം വളർച്ച കൂടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻഡിഗോ വിമാനത്തിൻ്റെ പ്രശ്നം വന്നു. ഇൻഡിഗോ വിമാനത്തിൻ്റെ പ്രശ്നം വന്നിട്ടും GDPക്ക് ഒരു കുറവുണ്ടാവില്ല. കാരണം എന്താ, ഇവരെ പാവം ഡൽഹിയിലും കൽക്കട്ടയിലും ബോംബെയിലൊക്കെ ഉള്ളവർ അവിടെ താമസിക്കുക, അവിടെ ഹോട്ടലിൽ പോയി താമസിക്കേണ്ടി വരും. അപ്പോൾ ആ GDP കൂടും. കാരണം 2 ദിവസം അവിടെ താമസിച്ചാൽ ഇവൻ്റെ ദുരിതം കൂടും. GDPയിൽ കൂടുതലുണ്ടാവും, പക്ഷെ ദുരിതം കൂടും. അപ്പം പ്രശ്നം ഇൻഡിഗോയുടെ വിഷയം എന്താ? ഈ പറഞ്ഞതാണ് ചോദ്യം. ഇൻഡിഗോയിലൊരു തൊഴിൽ തർക്കം ഉണ്ടാവും, ഒരു നിയമം ഉണ്ടാക്കുന്നു, തൊഴിൽ തർക്കം ഉണ്ടാവും. ഈ തൊഴിൽ തർക്കം രാജ്യത്തെ 60% വരുന്ന ഫ്ലൈറ്റുകൾ ഇൻഡിഗോയുടെയാണ്. ഇപ്പോൾ രാജ്യത്ത് 60% ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഇൻഡിഗോ 60% ആയത്? ആരുടെ പിന്തുണയോടുകൂടി? അർണബ് ഗോസ്വാമി അതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ അത് വരും. ആരുടെയാണ് ഇൻഡിഗോ? ആരുടെ പിന്തുണയോടുകൂടിയാണ് പോയത്? നമുക്കൊരു ഈസ്റ്റ് വെസ്റ്റ് ഉണ്ടായിരുന്നു, അയാൾ വെടിവെച്ച് അപ്പൊ ഒരു മലയാളിയുടെ ഒരു ഇത്രയും നല്ലൊരു സാധനം കൊല്ലപ്പെടുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പലതിനെയും ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പോൾ കിങ് ഫിഷർ എവിടെയാണെന്നറിയില്ല, വിജയമല്യ എവിടെയാണെന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പോയിട്ട് അവസാനം ഇപ്പം എന്ത് പറ്റി? ടാറ്റ എയർ ഇന്ത്യ എടുത്തു. ഒന്ന് ആലോചിച്ചോളൂ, എയർ ഇന്ത്യ ഇപ്പം ഈ ഗവൺമെൻറ് അടുത്തേക്കാൾ മോശമായിട്ടപ്പോൾ നടത്തുന്നത്. എയർ ഇന്ത്യക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, സർവീസ് വളരെ വളരെ മോശമാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ഏക മുതലാളിയിലേക്ക് ഈ വ്യവസായം വരുന്നു എന്നൊരു തോന്നൽ ഉണ്ട്. സർക്കാരിന് ഇതിലൊരു പങ്കുമില്ല. കാരണം എയർ ഇന്ത്യ പോലും സർക്കാർ വിട്ടു. സർക്കാരിന് ഇതിലൊരു നിയന്ത്രണമില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ ദിവസം നമ്മൾ മലയാളികൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം
ഫ്ലൈറ്റ് ചാർജ് വലിയ കാര്യമാണ്. ഓ. നമ്മൾ സാധാരണ മനുഷ്യൻ സഞ്ചരിച്ചില്ല, പാവം ഗൾഫിൽ അവിടെ ഇവിടെയൊക്കെ പോയി തിരിച്ചു വരാനുള്ള ആളുകൾ, ജോലിക്ക് പോയി വരുന്ന ആളുകൾ, ക്രിസ്മസിന് വരുന്ന ആളുകളൊക്കെ ഒരു കാലമാണ്. എന്താ ഫ്ലൈറ്റ് ചാർജ് കൂടിയേ? വല്ല നിയന്ത്രണവും സർക്കാരിനുണ്ടോ? സർക്കാർ ക്യാപ്പ് വെച്ചു. ക്യാപ്പ് വെച്ചിട്ട് എന്താ കാര്യം? ക്യാപ്പ് എന്താണ് ക്യാപ്പ്? ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടില്ല, ഇനി 20,000 രൂപ കൂടുതൽ പാടില്ല. 7,000 രൂപ 8,000 രൂപയ്ക്ക് പോയിരുന്നൊരു സാധനമാണ് 20,000 രൂപ ആക്കുന്നത്. അതിൻ്റെ ഗുണം ആർക്കാ? ഇന്ത്യക്ക് മാത്രമാണ്. കാരണം 60% ഫ്ലൈറ്റ് അവരുടെയാണ്. എന്നിട്ട് അവിടെ സമരം ഉണ്ടാക്കുന്നു, ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്റ്റേറ്റിന് താല്പര്യം ഈ യാത്രക്കാരോടും ജനങ്ങളോടുമായിരുന്നുവെങ്കിൽ, സർക്കാരിന്, ഞാൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ ഈ തെറ്റായ നിയമം പിൻവലിപ്പിച്ച് അവരെ കൊണ്ട് തൊഴിലാളി പക്ഷത്ത് നിർത്തുകയോ അല്ലെങ്കിൽ സമരം ഒത്തുതീർപ്പാക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കുകയോ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും അത് ഗവൺമെന്റിന്റെ പരാജയമായിട്ട് തന്നെയാണ് CR വലിയ പരാജയമാണ്. ഏതായാലും ഈ വിഷയത്തിൽ CR പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: അർണബ് ഗോസ്വാമിയെ വിധി എഴുതാൻ നമുക്ക് സമയമെടുക്കാം, പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂസിനെ തള്ളിക്കളയാനാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.